റിയാൻ പരാഗ് എന്ന ക്യാപ്റ്റൻ കഴിഞ്ഞ 2 മത്സരങ്ങൾ രാജസ്ഥാൻ റോയൽസ് ജയിച്ചതു മുതൽ ആരാധകരൊക്കെയും ഇപ്പോൾ ആ ക്യാപ്റ്റനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതിന് കാരണങ്ങളുമുണ്ട്. നമുക്കറിയാം, വർഷങ്ങളായി സഞ്ജു സാംസൺ ക്യാപ്റ്റനായി നിന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ്. പക്ഷേ ഈ വർഷം തുടക്കത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ലേലത്തിൽ സഞ്ജു സാംസൺ CSKയിലേക്ക് മാറുന്നു. റിയാൻ പരാഗിനെ അവർ ക്യാപ്റ്റനായി നിയമിക്കുന്നു. ഈ 2 മത്സരങ്ങൾ, കഴിഞ്ഞ മത്സരത്തിലെ വിജയത്തോടുകൂടി രവിശാസ്ത്രിയും ഹർഭജൻ സിംഗും ഇർഫാൻ പത്താനും അടക്കമുള്ള മുൻ താരങ്ങളൊക്കെയും വലിയ പുകഴ്ത്തലുകളുമായി അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് നിൽക്കുകയാണ്. റിയാൻ പരാഗിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ ജയം, അവസാന ഓവറുകളിലെ അദ്ദേഹത്തിൻ്റെ ബോളിംഗ് ചേഞ്ചുകൾ വലിയ രീതിയിൽ തന്നെ പ്രശംസിക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, റാഷിദ് ഖാനും അതുപോലെ തന്നെ കാഗിസോ റബാഡയും ചേർന്ന് ആ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കും എന്ന രീതിയിൽ നിൽക്കുകയാണ്. ഗുജറാത്തിനെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന രീതിയിൽ അവർ അതിന് മുമ്പത്തെ ഓവറിൽ കാഗിസോ റബാഡോ ഒരു 6 ഒക്കെ അടിച്ചുകൊണ്ട് ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവസാന 2 ഓവറുകൾ അവർക്ക് ഉണ്ടായിരുന്ന 4 ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പെനൽറ്റിമേറ്റ് ഓവർ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓവറാണ്. ആ സമയത്ത് വേണമെങ്കിൽ ആർച്ചർക്ക് നൽകാം, അല്ലെങ്കിൽ മറ്റൊരു ബോളർക്ക് നൽകാം എന്ന ഓപ്ഷനായിരുന്നു. ആർച്ചറിനെ സ്വാഭാവികമായി നമുക്ക് 20ാമത്തെ ഓവറിലേക്ക് മാറ്റിവെക്കുന്ന, അതായത് ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോളർ 20ാമത്തെ ഓവറിലേക്ക് മാറ്റിവെക്കുന്ന പ്രവണതയാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. പക്ഷേ പെനൽറ്റിമേറ്റ് ഓവർ, ആ ഓവർ ആർച്ചറിന് നൽകിക്കൊണ്ട് അങ്ങനെ ഒരു ബോൾഡ് ഡിസിഷൻ റിയാൻ പരാഗ് എന്ന ക്യാപ്റ്റൻ എടുക്കുന്നു. ആ ഓവറിൽ വെറും 4 റൺസ് മാത്രമാണ് ജോഫ്ര ആർച്ചർ നൽകിയത്. അതിനുശേഷമുള്ള ഓവർ, അവസാന ഓവർ 11 റൺസാണ് ജയിക്കാൻ വേണ്ടത്. അപ്പോഴും അവർക്ക് 3 ഓപ്ഷനുകൾ ബാക്കിയുണ്ടായിരുന്നു. ഒന്ന്, സന്ദീപ് ശർമ്മ എന്ന ബോളറുടെ ഓവർ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ നാന്ദ്രെ ബർഗർ എന്ന ബോളറുടെയും ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ സന്ദീപ് ശർമ്മയെക്കുറിച്ച് നമുക്കറിയാം, വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് IPL-ൽ ഉള്ള ബോളറാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അവസാന ഓവർ നൽകാമായിരുന്നു. അതുപോലെ നാന്ദ്രെ ബർഗർ കഴിഞ്ഞ മത്സരത്തിൽ CSKക്കെതിരെയുള്ള മത്സരത്തിൽ സഞ്ജു സാംസന്റെ കുറ്റിതെറിപ്പിച്ച പന്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിനും വേണമെങ്കിൽ ബോൾ കൊടുക്കാമായിരുന്നു. പക്ഷേ ആ സമയത്ത് പൊതുവെ നമുക്കറിയാം, തുഷാർ ദേശ്പാണ്ഡെ എന്ന ബോളർക്കാണ് റിയാൻ പരാഗ് ആ സമയത്ത് അവസാന ഓവർ എറിയാനായി പന്ത് നൽകുന്നത്. തുഷാർ ദേശ്പാണ്ഡെ ചെന്നൈയിലൂടെ വന്ന ഒരു ബോളറാണ്. ഒരുപാട് വർഷം ചെന്നൈക്കൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള മത്സരങ്ങളിൽ തുഷാർ ദേശ്പാണ്ഡെയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീക്ക്നെസ് എന്നുള്ളത് ഒരുപാട് റൺസ് വഴങ്ങുക എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പന്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ അദ്ദേഹം കൃത്യമായി ഒരു കോൾ റിയാൻ പരാഗ് എടുക്കുന്നു. തുഷാർ ദേശ്പാണ്ഡെക്ക് പന്ത് നൽകുന്നു. അതായത് നാന്ദ്രെ ബർഗറും സന്ദീപ് ശർമ്മയും ഉള്ളപ്പോഴാണ് അവസാന ഓവർ 11 റൺസ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പന്ത് തുഷാർ ദേശ്പാണ്ഡെക്ക് നൽകുന്നത്. നമ്മുടെ ഓർമ്മകളിൽ ആ സമയത്ത് 2007 പ്രഥമ T20 ലോകകപ്പിലെ അവസാന മത്സരം, ഫൈനൽ മത്സരം, അവിടെ മിസ്ബാഉൽ ഹക്ക് എന്ന ക്യാപ്റ്റൻ, പാകിസ്ഥാൻ്റെ ക്യാപ്റ്റൻ നിൽക്കുകയാണ്. ആ സമയത്ത് അവസാന ഓവർ എറിയാനായി മഹേന്ദ്ര സിംഗ് ധോണി പന്ത് ഏൽപ്പിക്കുന്നത് ജോഗീന്ദർ ശർമ്മ എന്ന അധികമൊന്നും പേര് കേൾക്കപ്പെടാത്ത, അല്ലെങ്കിൽ തൻ്റെ ബോളിംഗ് മികവ് കൊണ്ട് അങ്ങനെ ശ്ലാഘിക്കപ്പെടാത്ത ഒരു താരത്തിനാണ്. ജോഗീന്ദർ ശർമ്മ അന്ന് അവസാന ഓവർ എറിയുന്നു. ആ ഓവർ ഡിഫെൻഡ് ചെയ്യുന്നു. മിസ്ബാഉൽ ഹക്കിനെ ഔട്ടാക്കുന്നു. ശ്രീശാന്തിൻ്റെ കയ്യിലെ ആ ക്യാച്ച് നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ഇൻ ദി എയർ ശ്രീശാന്ത് ടൈക്കൺ, അങ്ങനെയുള്ള ആ ഒരു കമൻട്രിയും നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ള ഒരു ഓർമ്മ ഈ സമയത്ത്, അതായത് തുഷാർ ദേശ്പാണ്ഡെക്ക് പന്ത് നൽകിക്കൊണ്ട് ആ ഓഫർ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് തുഷാർ ദേശ്പാണ്ഡെ രാജസ്ഥാൻ റോയൽസ് എന്ന ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചപ്പോൾ ആ ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്. അപ്പോൾ റിയാൻ പരാഗ് എന്ന ക്യാപ്റ്റൻ ഈ ഒരു ടൂർണമെൻറ്റിൽ വളരെ അധികം മികച്ച രീതിയിൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ക്യാപ്റ്റൻസിക്ക് ഒരു ഉദാഹരണം എന്ന രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മത്സരശേഷം രവിശാസ്ത്രി അടക്കമുള്ളവർ, രവിശാസ്ത്രി ഇത് ആർക്കൈവ് ചെയ്തു വെക്കൂ, ഇദ്ദേഹം മികച്ചൊരു ക്യാപ്റ്റനാണ് എന്ന രീതിയിൽ അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം കഴിഞ്ഞ മത്സരശേഷം പറഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇർഫാൻ പത്താനും ഹർഭജൻ സിംഗും ഒക്കെ റിയാൻ പരാഗ് എന്ന ക്യാപ്റ്റനെ പ്രൈസ് ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. റിയാൻ പരാഗ് എന്ന താരത്തെ നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഒരു 2012 കാലത്ത് വൈറലായ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞു റിയാൻ പരാഗ്, ഒരു കുഞ്ഞു കുട്ടി മഹേന്ദ്ര സിംഗ് ധോണിക്കൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ. ആ സമയത്ത് നമുക്കറിയാം, റിയാൻ പരാഗിന് ഒരു 5 or 6 വയസ്സ് പ്രായമുള്ളപ്പോൾ ഉള്ള ഒരു ഫോട്ടോ ആയിരുന്നു അത്. ആ സമയത്ത് അദ്ദേഹം മഹേന്ദ്ര സിംഗ് ധോണിക്കൊപ്പം ഒരു IPL മത്സരം കളിക്കാൻ CSK അവിടെ എത്തിയപ്പോൾ ധോണിക്കൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നുള്ളത്, മഹേന്ദ്ര സിംഗ് ധോണി ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെയും കളിച്ചിട്ടുണ്ട്, റിയാൻ പരാഗിൻ്റെ കൂടെയും കളിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള റിയാൻ പരാഗിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ Under-19 തലത്തിൽ അദ്ദേഹം കളിക്കുന്നു. പിന്നീട് രാജസ്ഥാൻ റോയൽസിൽ എത്തിയ ആ ഒരു സീസൺ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു സീസണായിരുന്നു. ആ സീസണിൽ അദ്ദേഹം ഒരു 50 നേടുകയുണ്ടായി. 17 വയസ്സ് പൂർത്തിയാകുമ്പോഴുള്ള ഒരു 50 ആയിരുന്നു അത്. IPL-ൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തന്നെ 50 അടിച്ച ഒരു റെക്കോർഡ് ആ സമയത്ത് റിയാൻ പരാഗിന് ലഭിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീടുള്ള സീസണുകളിൽ ഫോമൗട്ടിൽ വലയുന്ന ഒരു റിയാൻ പരാഗിനെയാണ് നമ്മൾ കണ്ടത്. ആ ഫോമൗട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് ട്രോളുകളും അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്.
പലപ്പോഴും അദ്ദേഹത്തെ ഒരു ഫിനിഷർ എന്ന രീതിയിൽ പരിഗണിക്കുമ്പോൾ അദ്ദേഹം വേണ്ട വിധത്തിൽ ആ ഒരു പരിഗണന അർഹിക്കുന്ന വിധത്തിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു സംസാര വിഷയമായിരുന്നു. പലപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ പുറത്താവുന്ന റിയാൻ പരാഗ്, അങ്ങനെ ഒരു 3-4 സീസണുകൾ ട്രോളർമാരുടെ സ്ഥിരം ഇരയായിരുന്നു റിയാൻ പരാഗ്. താരലേലത്തിൽ റിയാൻ പരാഗിനെ രാജസ്ഥാൻ കൈവിടും എന്ന ഘട്ടം എത്തിയപ്പോഴൊക്കെയും റിയാൻ പരാഗിനെ രാജസ്ഥാൻ അപ്പോഴും ബാക്ക് ചെയ്തുകൊണ്ട് അവരുടെ ടീമിലേക്ക് തന്നെ വിളിച്ചെടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രോൾ എന്നുള്ളത് റിയാൻ പരാഗിൻ്റെ കയ്യിൽ രാജസ്ഥാൻ ഉടമകളുടെ, ഈ ടീമിൻ്റെ ഉടമകളുടെ ഏതെങ്കിലും രഹസ്യ വീഡിയോയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സീഡിയോ മറ്റോ ഉണ്ട്, അതിൻ്റെ ഒരു പേടിയിൽ, അത് അദ്ദേഹം പുറത്ത് വിടുമോ എന്ന പേടിയിലാണ് ഇദ്ദേഹത്തെ വീണ്ടും വീണ്ടും ടീമിലേക്ക് വിളിച്ചെടുക്കുന്നത് എന്ന തരത്തിലുള്ള ട്രോളുകളൊക്കെയും ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് 2023 സീസണിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊരു റിയാൻ പരാഗിനെയാണ്. റിയാൻ പരാഗ് 2.0 എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പെർഫോം കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആഭ്യന്തര മത്സരങ്ങളിൽ മികച്ച രീതിയിൽ അസമിന് വേണ്ടി ഫോമിൽ കളിക്കുന്നു. അതിനൊപ്പം അസമിൻ്റെ ക്യാപ്റ്റനായി ചാർജ് എടുക്കുന്നു. അതിനൊപ്പം ഈ 2 സീസൺ മുമ്പുള്ള IPL തൊട്ട് അദ്ദേഹം ഒരു കൺസിസ്റ്റൻറ്റ് ലെവലിൽ 3-ാമത്തെ പൊസിഷനിലും അല്ലെങ്കിൽ 4-ാമത്തെ പൊസിഷനിലോ ഇറങ്ങിക്കൊണ്ട് കൺസിസ്റ്റൻറ്റ് ലെവലിൽ പെർഫോം ചെയ്യുന്ന ഒരു രീതി അദ്ദേഹം ആ ടീമിൽ, രാജസ്ഥാൻ റോയൽസിൽ ആ ഒരു രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോം തീർച്ചയായും രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. സഞ്ജു സാംസൺ കഴിഞ്ഞ സീസണിൽ ആദ്യ മത്സരങ്ങളിൽ മാറി നിന്ന സമയത്ത് ആ ടീമിനെ നയിച്ചതും റിയാൻ പരാഗ് ആയിരുന്നു. അദ്ദേഹം ആ സമയത്ത് മികച്ച രീതിയിൽ അദ്ദേഹത്തെ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി വളരെ ടൈറ്റ് മത്സരങ്ങളായിരുന്നു. രാജസ്ഥാൻ തോറ്റ മത്സരങ്ങളൊക്കെയും കഴിഞ്ഞ സീസണിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നിറഞ്ഞ മത്സരങ്ങളായിരുന്നു. പിന്നീട് സഞ്ജു വന്നപ്പോൾ ക്യാപ്റ്റൻസി സഞ്ജുവിന് തന്നെ നൽകേണ്ടി വന്നു. ഈ സീസണിലേക്ക് എത്തിയപ്പോൾ, സഞ്ജു സാംസൺ മാറിയപ്പോൾ, ചെന്നൈയിലേക്ക് മാറിയപ്പോൾ സ്വാഭാവികമായും ഈ ക്യാപ്റ്റൻ എന്ന രീതിയിൽ പരിഗണിക്കപ്പെടാൻ സാധ്യത ഉള്ളത് എന്ന രീതിയിൽ നമ്മളൊക്കെയും ചർച്ച ചെയ്തത് രവീന്ദ്ര ജഡേജയായിരുന്നു. രവീന്ദ്ര ജഡേജ, ചെന്നൈയിലെ വർഷങ്ങളായി ചെന്നൈക്കൊപ്പം നിന്ന രവീന്ദ്ര ജഡേജ രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തുന്നു. അപ്പോൾ ജഡേജയെ അവർ ക്യാപ്റ്റൻ എന്ന രൂപത്തിൽ പരിഗണിക്കും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. നമുക്കറിയാം, രവീന്ദ്ര ജഡേജയും ഒരു സീസണിൽ CSKയെ നയിച്ചിരുന്നു. പക്ഷേ പാതി വഴിയിൽ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി മോശമായപ്പോൾ അല്ലെങ്കിൽ ടീമിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ വന്നപ്പോൾ മഹേന്ദ്ര സിംഗ് ധോണി തന്നെ അദ്ദേഹത്തിൽ നിന്നും ക്യാപ്റ്റൻസി ഏറ്റെടുക്കുകയായിരുന്നു CSKയ്ക്കൊപ്പം ഉണ്ടായിരുന്ന രവീന്ദ്ര ജഡേജയുടെ ക്യാപ്റ്റൻസി നാളുകളിൽ. അപ്പോൾ ജഡേജയെ ക്യാപ്റ്റനാക്കും എന്ന രീതിയിൽ എല്ലാവരും കരുതിയിരുന്ന സമയത്താണ് റിയാൻ പരാഗിനെ ക്യാപ്റ്റനായി അപ്രതീക്ഷിതമായി രാജസ്ഥാൻ റോയൽസ് പ്രഖ്യാപിക്കുന്നത്. റിയാൻ പരാഗിനെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചതിനെക്കുറിച്ച് അവരുടെ കോച്ച് സംഗാക്കർ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അവർക്ക് മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. രവീന്ദ്ര ജഡേജയും അതുപോലെ യശസ്വി ജയ്സ്വാളും അതിനൊപ്പം സന്ദീപ് ശർമ്മ അടക്കമുള്ളവർ അവരുടെ ക്യാപ്റ്റൻസി മെറ്റീരിയലുകളായിരുന്നു. അങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് 4-5 പേർ ക്യാപ്റ്റന്മാരാകാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ അവരുടെ മുന്നിൽ നിന്നപ്പോൾ ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് അഭിമുഖം നടത്തുന്നു. 2-3 പ്രാവശ്യം ഇവരുമായിട്ട് സംസാരിക്കുന്നു. അവസാനമാണ് ഒരു ക്യാപ്റ്റൻസി എന്ന രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഈ ടീമിനെ നയിക്കാൻ സാധിക്കുക റിയാൻ പരാഗിനെ ആണ് എന്ന് രാജസ്ഥാൻ ടീം മാനേജ്മെൻറ്റ് നിശ്ചയിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ക്യാപ്റ്റനാക്കുകയായിരുന്നു എന്നാണ് കുമാർ സംഗാക്കര പറഞ്ഞത്. ആ സമയത്ത് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയോട് ചെയ്തു, രവീന്ദ്ര ജഡേജയേക്കാൾ മികച്ച ക്യാപ്റ്റനാകും റിയാൻ പരാഗ് എന്ന് ആ സമയത്ത് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 2 മത്സരങ്ങളിലെ വിജയങ്ങൾ കാണുമ്പോൾ, രാജസ്ഥാൻ്റെ വിജയങ്ങൾ കാണുമ്പോൾ രാജസ്ഥാൻ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. റിയാൻ പരാഗ് ക്യാപ്റ്റൻ എന്ന രീതിയിൽ മെച്ചപ്പെടുകയാണ്. വരും മത്സരങ്ങളിലും രാജസ്ഥാൻ്റെ വിജയങ്ങൾക്ക് കുന്തമുനയാകാൻ അല്ലെങ്കിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന് തന്നെയാണ് ഈ ഒരു പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത്.